നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ദിവസത്തിന്റെ തലേന്ന് രാത്രി വർക്കലയെ നടുക്കുന്ന കൊലപാതകം. തിരുവനന്തപുരം വർക്കലയിൽ 67കാരനെ വെട്ടിക്കൊലപ്പെടുത്തി. താഴെവെട്ടൂർ സ്വദേശി ഷാജഹാനാണ് ദാരുണാന്ത്യം. ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവമുണ്ടായത്. 5 അംഗ സംഘമാണ് ഷാജഹാനെ ആക്രമിച്ചത്. പ്രതികളിൽ ഒരാളായ വെട്ടൂർ സ്വദേശി ജാസിമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലഹരി ഉപയോഗം പോലീസിൽ അറിയിച്ചതിന്റെ വൈരാഗ്യത്തിലാണ് അതിക്രൂര കൊലപാതകം നടന്നിരിക്കുന്നത്. വർക്കല താഴെവെട്ടൂർ തൈക്കാവ് പള്ളി പരിസരത്ത് മദ്യപാനവും ലഹരി ഉപയോഗവും പാടില്ലെന്ന് ഷാജഹാൻ ഉൾപ്പെടെയുള്ളവർ വിലക്കിയിരുന്നു. ഇതിന്റെ പ്രതികാരമായിട്ടാണ് കൊലപാതകം ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെ ഇരുചക്ര വാഹനത്തിൽ വരികയായിരുന്ന ഷാജഹാനെയും ഒപ്പമുണ്ടായിരുന്ന റഹ്മാനെയും താഴെവെട്ടൂർ കടപ്പുറത്തിന് സമീപത്ത് വെച്ച് സംഘം ആക്രമിക്കുകയായിരുന്നു. വാഹനം തടഞ്ഞു നിർത്തിയ പ്രതികൾ ചങ്ങല കൊണ്ട് ഇരുവരെയും അടിച്ചു വീഴ്ത്തി. ശേഷം ഇവരുടെ കൈവശമുണ്ടായിരുന്ന ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് ഷാജഹാനെയും റഹ്മാനെയും മർദ്ദിച്ചു. അതിക്രൂര കൊലപാതകമാണ് ഉണ്ടായിരിക്കുന്നത്. ക്രിസ്മസ് ദിനത്തിൽ വളരെ വേദനാജനകമായ ഒരു വാർത്തയായി ഇത് മാറിയിരിക്കുകയാണ്. മാത്രമല്ല, മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു. പ്രഭാത സവാരിക്കിറങ്ങിയ വീട്ടമ്മ ലോറി കയറി ഇറങ്ങി മരിച്ചു. മുരുക്കുമണ്ണിൽ ഐരക്കുഴി പ്ലാച്ചിറവട്ടത്ത് വീട്ടിൽ ഷൈല ബീവിയാണ് മരിച്ചത്. 51 വയസ്സായിരുന്നു. കാർ ഇടിച്ച് റോഡിൽ വീണ ഷൈലയുടെ ശരീരത്തിലൂടെ ലോറി കയറി ഇറങ്ങുകയായിരുന്നു. തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് ചടയമംഗലത്തേക്ക് വരികയായിരുന്ന കാറാണ് ഷൈലയെ ഇടിച്ചത്. ലോറി തിരുവനന്തപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്നു. ലോറി നിർത്താതെ പോയി. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. മലപ്പുറത്ത് നിന്നും മറ്റൊരു ദുഃഖകരമായ വാർത്ത കൂടിയുണ്ട്. സുഹൃത്തിന്റെ ബന്ധുവീട്ടിലെ വളർത്തു നായിക്ക് തീറ്റ കൊടുക്കാൻ പോയ വിദ്യാർത്ഥി കിണറ്റിൽ വീണ് മരിച്ചു. പത്തിരിയാൽ മേലങ്ങാടി പൈക്കാടിക്കുന്ന് മണ്ണൂർക്കര ബാബുമോന്റെ മകൻ അശ്വിൻ 17 വയസ്സുകാരനാണ് മരിച്ചത്. വൈകിട്ട് 5:30ക്കാണ് സംഭവമുണ്ടായത്. അശ്വിന്റെ സുഹൃത്തിന്റെ ബന്ധുക്കൾ വീട്ടിലില്ലായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ വളർത്തു നായിക്ക് തീറ്റ കൊടുക്കാനായി പോയതായിരുന്നു. കൂട്ടുകാരോടൊപ്പമാണ് ഈ കുട്ടി പോയത്. അബദ്ധത്തിൽ അശ്വിൻ കിണറിൽ കാൽ വഴുതി വീണതാണ് എന്നാണ് പ്രാഥമികമായി കിട്ടുന്ന വിവരം. കൂട്ടുകാർ ബഹളം വെച്ചു. ഇതേ തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടി കിണറ്റിൽ നിന്ന് പുറത്തെടുത്തു. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. വണ്ടൂരിലെ സ്വകാര്യ സ്കൂളിൽ +2 വിദ്യാർത്ഥിയാണ് മരിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.